കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കൂലല്ലോ ഇപ്പോ. കാരണം നമുക്കത് നേരിട്ട് കണ്ടാൽ തന്നെ ബോധ്യപ്പെടുള്ളൂ. അപ്പൊ നമുക്ക് ഇനി അടുത്തത് അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഈ ഒരു പരീക്ഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉമ്മർക്കയെ അപ്പുറത്ത് ഗ്രൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അദ്ദേഹം കാണാതെയാണ് ഞാൻ ഇതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒന്നിൽ ഉപ്പ് വെള്ളവും ഒന്നിൽ തെളിഞ്ഞ വെള്ളവുമാണ്. അത് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പരീക്ഷണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2 കുപ്പികളാണ് ഇവിടെ നിരത്തി വെച്ചിട്ടുള്ളത്. അതിൽ ഒന്നിൽ നമ്മൾ ഉപ്പ് വെള്ളം കലക്കിയതും ഒന്നിൽ സാധാ വെള്ളമാണ് കലക്കിയത് പൊതിഞ്ഞിട്ടാണ് വെച്ചിട്ടുള്ളത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് ഇതിലേതിലാണ് ഉപ്പ് വെള്ളം എന്നും ഏതിലാണ് സാധാരണ വെള്ളം എന്നുള്ളത് അദ്ദേഹം കാണിച്ചു തരാനാണ് അടുത്ത് പോകുന്നത്. ഇത് തെളിവില്ല വെള്ളം, ഇത് ഉപ്പിട്ട വെള്ളം. എടുത്ത് കുടിച്ചു നോക്കി. അപ്പോൾ ഓക്കെ, അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിലാണ് ഉപ്പുള്ള വെള്ളം എന്നാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇത് നല്ല വെള്ളമല്ലേ? ആ കുടിച്ചോ. ഫുള്ള് ഉപ്പുള്ള വെള്ളമാണ്. അപ്പോൾ ഞാൻ തെളിവില്ല വെള്ളം എടുക്ക്, 2 അപ്പുറം വെച്ച് കാട്ടി കൊടുക്ക്. ഇത് സാധാരണ വെള്ളമാണ് കേട്ടോ. ഓക്കെ, ഇനി എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, എങ്ങനെയാണ് നിങ്ങൾ ഇത് രണ്ടും തിരിച്ചറിഞ്ഞത്? ഈ ഒരു ഓല വെച്ചിട്ട് എങ്ങനെ ഇതൊക്കെ റബ്ബ് തന്നൊരു കഴിവ് വെച്ച് ഞാൻ നോക്കി, അത്ര പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രേക്ഷകരായ നമുക്ക് പറയാനുള്ളത് ശരിക്കൊരു അമാനുഷികത തന്നെയാണ് അല്ലേ? കാരണം അടച്ചു വെച്ച കവറിനുള്ളിൽ നിന്ന് ഉപ്പിട്ട വെള്ളവും തെളിഞ്ഞ വെള്ളവും കണ്ടെത്താനുള്ള കഴിവ് നമ്മുടെ ഉമ്മർക്കാക്ക് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സമൂഹത്തിൻ്റെ ഇടയിൽ എത്തിക്കേണ്ട ഒരു കഴിവ് തന്നെയാണ്. അടുത്ത നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഉമ്മർക്കാനെ തൽക്കാലം ഇവിടുന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. കാരണം മറ്റൊരു കഴിവ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കുഴികൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ കൈക്കോട്ടൊക്കെ എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഒരു 5-6 കുഴി ഞാൻ ഇവിടെ വെട്ടുകയാണ്. ആ വെട്ടിയിട്ട് അദ്ദേഹം ഞാൻ അതിൽ ഒളിപ്പിച്ച് വെക്കുന്ന സാധനം കണ്ടുപിടിച്ച് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ഇവിടുന്ന് സ്ഥലം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുഴി എടുക്കാം. അപ്പോൾ ഞാൻ പണ്ട് തൊഴിലുറപ്പിന് പോയിട്ടൊന്നുമില്ല, എന്നാലും ഒന്ന് കുഴി വെട്ടി നോക്കുകയാണ്. കഴിയണ പോലെ ഓരോ മീറ്റർ അകലം വെച്ച് ഏകദേശം ഞാനിങ്ങനെ കുഴി എടുക്കുകയാണ്. അങ്ങനെ ഒരു 6 കുഴികളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ 3 കുഴികളിലാണ് ഞാൻ സാധനങ്ങൾ ഒളിപ്പിച്ച് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഞാൻ ഉമ്രക്കയ്യ പറമ്പ് പോയിട്ട് വിളിച്ചു കൊണ്ടുവരാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ 6 കുഴികൾ എടുത്തിട്ടുണ്ട്. ഇതാ നിങ്ങൾ കാണുന്നുണ്ടോ? അദ്ദേഹത്തെ നമ്മൾ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്.